എന്തോ നീ ചറവറ കയറി കഥാപ്രസംഗം നടത്തണ ആരാ തടസ്സപ്പെടുത്താൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോഹൻലാലാണെന്ന് പറഞ്ഞ് വാക്ക് പാലിക്കണ്ടേ? 2-3 പരിപാടി കഴിഞ്ഞ് നിനക്ക് ഇവിടെ കഥ പറയാനുള്ള അവസരം തരാന്ന് പറഞ്ഞിട്ട് വാക്ക് മാറിയില്ലേ? അതെ, നീ തുടങ്ങണ കഥ. സഹൃദയരായ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും പന്തളം പരിമളന്റെ അഭിവാദനങ്ങൾ. രാജ്യത്തങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത എനിക്ക് ഈ വേദി ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മഹാനായ ചിറ്റപ്പന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അടിക്കുകയെ അങ്ങോട്ട്. യഥാസ്ഥലത്ത് അടിച്ചില്ലെങ്കിൽ കാശിന് അങ്ങ് വരുമ്പോ അടിച്ചോണ്ടിരുന്നാ മതി കേട്ടോ. ചിറ്റപ്പന്റെ ഉഴപ്പാണ് ഇതൊക്കെ. എന്തൊരു കാലത്തെ നേരത്തെ പിടിച്ചിരുത്തിയല്ലേ പറഞ്ഞു ചോദിച്ചു. പ്രിയമുള്ളവരെ, ബംഗാൾ എന്ന് കേട്ടാൽ ചോര തിളയ്ക്കുന്ന എന്റെ ചിറ്റപ്പൻ മലയാളിയാണെങ്കിലും അദ്ദേഹം എഴുതിയ കൃതികളെല്ലാം ബംഗാളി ഭാഷയിലാണ്. അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ വാണം, അതെ അടിച്ചില്ല, വാണത്തിന് അടിച്ചില്ല. ഇതാണ് ഞാൻ പറയണത്. ഒന്നും കൂടെ പറയും, ഞാൻ ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് അടിക്കും ഞാൻ. അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ വാണം എന്ന ബംഗാളി നോവലിൽ നിന്നും അടർത്തിയെടുത്തതാണ് എന്റെ കഥാപ്രസംഗ ശില്പം. വാണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ തിരികൊളുത്തി മേൽപോട്ട് വിടുന്നതാണെന്ന്. അല്ല. എന്നാൽ കീർവാണമാണോ? അല്ല. എലിവാണമാണോ? അല്ല. ഇതാണ് ജനകോടികളുടെ മനസ്സിളക്കിയ വാണം. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഞാൻ സകൃദയ സമക്ഷം കാഴ്ചവെക്കുന്നു. എന്റെ കഥയുടെ പേരാണ് ജനകോടികളുടെ വിശ്വസ്ത മാളിക. എന്താണ് ചിറ്റപ്പ, ഇയാൾ ആരെന്ന് മനസ്സിലായ? ഇയാളാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛനെ, എന്റെ അച്ഛനെ ഈ വേദിയിൽ നിന്നും കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കിയ. കഥ പറയാൻ ബുദ്ധിമുട്ടെന്താ? കഥ പറയാൻ ബുദ്ധിമുട്ടെന്താണെന്ന് എന്ത് മാഷേ, എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. ഇത് എന്താണിത്? കഥാപ്രസംഗം. ഇതിന്റെ പേര് അധിക പ്രസംഗം എന്നാണ്. നോക്കിയാണോടാ കഥാപ്രസംഗം? നോക്കിയാണ് വായിക്കുന്നത്. പുസ്തകം നോക്കിയാണോടാ പുസ്തകം നോക്കിയാണ് വായിക്കുന്നത്. പുസ്തകം മാറ്റി വെച്ച് പറയണോ? അതെ, പുസ്തകമില്ലാതെ കഥാപ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരച്ഛന്റെ പതനത്തിൽ നിന്ന് ഉയർത്തെഴുന്നാണ് എന്റെ കഥാപ്രസംഗ സബരിയ. ഞാൻ നോക്കി തന്നെ വായിക്കും. ആര് പറഞ്ഞിട്ടാണ് ഇത് നടത്തുന്നത്? മോഹൻലാൽ സാർ പറഞ്ഞിട്ടാണ് നടത്തുന്നത്. മോഹൻലാൽ അല്ല, അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ പോലും നടത്തില്ല. ഞാൻ ഈ കമ്മിറ്റിയുടെ മെയിൻ ആളാണ്. ഞാൻ അറിയാതെ ഇവിടെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരു പരിപാടിയെ പറ്റി ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നതിനൊരു വെയിറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോണം. കമ്മിറ്റിയായാലും കുമ്മിറ്റിയായാലും കോക്കിന് ജീവനുണ്ടെങ്കിൽ എന്റെ ചെറുക്കൻ ഇവിടെ കഥ പറഞ്ഞിരിക്കും. അനിയ, ഈ മൂക്കിന്റെ അടിയിൽ ഈ സാധനം വെച്ചോണ്ട് നടക്കുന്നത് എന്തിനെന്നറിയാ? ഈ ജുബായുടെ അടി വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാം? അതെ, അരക്ക് ചുറ്റും സാധനങ്ങളാ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. നിങ്ങൾ പോണം. ഈ കഥ പറയടാ. കഥ പറയടാ. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിക്കരുത്. ഞങ്ങള് വരും. കാണണം. എപ്പ കാണണം? എപ്പ കാണിച്ചു തരും? എപ്പ കാണിച്ചു തരണം? കാണുമ്പോ കാണാം. പോണം.